നമസ്കാരം. ഞാൻ ഷാജഹാൻ, മെൻസ് ഇൻഡിപെൻഡൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഈ സംഘടന രൂപീകരിച്ചത് ശ്രീമതി ജോയ്സി ജോൺസൺ എന്ന മാഡമാണ്. നമുക്ക് മാഡത്തിനോട് തന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. ഞാൻ ജോയ്സി ജോൺസൺ, തൃശ്ശൂർ സ്വദേശിയാണ്. ഞാൻ റിട്ടയർഡ് നേഴ്സാണ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ സംഘടന രൂപീകരിക്കാനുള്ള കാരണം എല്ലാ ഇന്ത്യൻ കുടുംബങ്ങളിലും, സമൂഹത്തിലുള്ള ഓരോ കുടുംബങ്ങളിലും സ്ത്രീയും പുരുഷനുമുണ്ട്. സ്ത്രീയും പുരുഷനും ചേർന്നാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. ആ കുടുംബത്തിൽ നിന്ന് സ്ത്രീക്കും പുരുഷനും അവൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുടെ അവകാശികളാണ്. ഇന്ന് സ്ത്രീകളെ ഒരു കാറ്റഗറി തിരിച്ച് ദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ സംഘടനയ്ക്ക് സ്വാഗതാർഹം തന്നെയാണ്. എങ്കിലും ഈ നിയമങ്ങൾ ഏറെയും ദുരുപയോഗപ്പെടുത്തുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു കേസുമായി കുടുംബ കോടതിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള പുരുഷന്മാരുടെ ദുരവസ്ഥ ഞാൻ നേരിട്ട് മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ, ഭാര്യമാര്, അവരോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പുരുഷന് ഇന്ന് നിയമനിർമ്മാണത്തിൽ യാതൊരുവിധ സുരക്ഷാ നിയമങ്ങളും ഇല്ല. എന്നാൽ മൗലിക അവകാശങ്ങളിൽ ലിംഗസമത്വം ഉണ്ട് താനും. അത് നിഷേധിച്ചുകൊണ്ടാണ് ഈ നിയമങ്ങൾ, ഭരണഘടനയും നിയമനിർമ്മാണവും കണ്ണും കാതും പൂട്ടിവെച്ച് പുരുഷനെ അവഗണിച്ചുകൊണ്ട് നിയമനിർമ്മാണ മേഖലകളിൽ മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ പല പുരുഷന്മാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മാനസിക രോഗികളായിട്ടുണ്ട്, ലഹരിക്ക് അടിമയായിട്ടുണ്ട്. അതുമൂലം കുറേ കുടുംബങ്ങൾ തകർന്നു പോയതായിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു തുടർ പഠനം നടത്തുകയും കേരള ജനതയെ ഒന്നിപ്പിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കും സഹജീവിയാണെന്നുള്ള പരസ്പര സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാൻ ഒരു സംഘടന ആവശ്യമാണെന്നും കരുതി ഫേസ്ബുക്കുകളിൽ കൂടെ ആദ്യമായി പരിചയപ്പെട്ടതാണ് ഷാജഹാൻ എന്ന ആളെ. പിന്നെ പരിചയപ്പെട്ടതാണ് നിതിൻ. ഞങ്ങൾ 3 പേരാണ് ആദ്യം ഈ സംഘടന രൂപീകരിക്കാൻ വന്നത്. മെൻസ് വോയിസ് ഫോർ റൈറ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം എങ്ങനെയാണ് നിയമം വഴി സ്ത്രീ പുരുഷന്, പുരുഷൻ സ്ത്രീക്ക് തുല്യ അവകാശം നിയമത്തിൽ വാങ്ങുവാൻ എങ്ങനെയാണ് സംഘടനാപരമായി മുന്നോട്ട് പോവുക എന്നതും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ ആലോചനയുടെ അവസാന സമയത്ത് അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയും സംഘടന രജിസ്റ്റർ ചെയ്യണമെന്നും രജിസ്റ്റർ ചെയ്ത് നിയമനിർമ്മാണ മേഖലയിലേക്ക് എത്തിപ്പെടണമെന്നും പുരുഷന്മാരുടെയും പുരുഷനെ ആശ്രയിക്കുന്ന കുടുംബത്തിലുള്ള വൃദ്ധരായ മാതാപിതാക്കളെയും അതിൽ സ്ത്രീജനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, അവർക്കും നീതി ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംഘടന രൂപീകൃതമായത്. മെയ് മാസം 2022 വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ജൂലൈ മാസം 2022 ഈ സംഘടന തൃശ്ശൂർ രജിസ്റ്റർ ചെയ്യുകയും ചൊവ്വൂർ എന്ന സ്ഥലത്ത് ഒരു ഓഫീസ് സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം കൂടുതൽ ആളുകൾ കടന്നു വരികയും ഇതിൻ്റെ പ്രവർത്തന മേഖലയായി എല്ലാവിധ കാര്യങ്ങളിലും എല്ലാവരും സഹകരണത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു.